ലോഡ്ജിലെ മുറിയിൽ ഉറക്കം വരാതെ ഞാനും സതീശനും കിടക്കുമ്പോഴാണ് പുറത്തുനിന്നൊരു സ്ത്രീയുടെ കുലുങ്ങിച്ചിരിയും ഒരു പുരുഷൻ്റെ അടക്കിപ്പിടിച്ച സംസാരമൊക്കെ കേട്ടത്. ഞാൻ ചോദിച്ചു, സതീശ പറ്റിച്ചോ? ഇതുവല്ല പ്രേതശല്യമുള്ള ലോഡ്ജാണോ? സതീശൻ ഉടനെ ഓടിപ്പോയി വാതിൽ തുറന്നു. ഇതൊരു പ്രേതശല്യമല്ല വിചേട്ടാ, വാ കാണിച്ചു തരാം. നോക്കിയപ്പോൾ ഒരു രാത്രി സഞ്ചാരിണി മുല്ലപ്പൊക്കെ ചൂടി ഒരു പുരുഷൻ്റെ കയ്യും പിടിച്ച് ലോഡ്ജിലെ മറ്റൊരു മുറിയിലേക്ക് കയറി പോകുന്ന കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത്. എന്തായാലും വന്ന് കുടുങ്ങി. 50 രൂപ ലോഡ്ജല്ലേ, ഇനി നമുക്കിതൊന്നും കാണാതെ ജീവിച്ചു പോവാം എന്ന് തീരുമാനമെടുത്തെങ്കിലും 3-ാമത്തെ ദിവസം ഹോട്ടലിൽ റെയ്ഡ്. ഒരു ജീപ്പ് തറയെ പോലീസുകാരും SI ഒക്കെ ആവും വന്നിട്ട് ഫോണിൽ റൂമിൽ നിന്ന് ആട്ടിയിറക്കി മാനേജറെ പിടിച്ച് കോളർ പിടിച്ചൊക്കെ കൊണ്ടുപോകുന്നതിൽ കാണുന്നത്. ഇതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങളുടെ വാതിലോട്ടി തുറന്നത്. നോക്കിയപ്പോൾ ഞങ്ങളുടെ ഡ്യൂട്ടിൽ എന്താടാ നിങ്ങൾ ആരടാ എന്നൊക്കെ ചോദിച്ചിട്ട് പോലീസിൻ്റെ ഒരു ആക്ഷൻ. ഉടനെ ഞങ്ങൾ പിന്നെ അറിയാമല്ലോ, രാഷ്ട്രീയക്കാരെന്നുള്ള ഒരൊറ്റ ധൈര്യമാണ് കയ്യിലുള്ളത്. അത് വെച്ച് ഡയലോഗ്, അത് കഴിഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയാണ് വിശ്വാസം കൊടുക്കാൻ. അവസാനം ചിത്രാഞ്ജലി സ്റ്റുഡിയോൻ്റെ സൗണ്ട് എഞ്ചിനീയർ തന്നെ ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞു. അദ്ദേഹം SIയോട് പറഞ്ഞു, നമ്മുടെ വേണ്ടപ്പെട്ട പിള്ളേരാണ്, മന്ത്രി പറഞ്ഞിട്ട് വന്നവരൊക്കെയാണ്, അവരവിടെ പൈസയുടെ ബുദ്ധിമുട്ടുണ്ട്, അവിടെ താമസിച്ചായിരിക്കും, വേറെ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. ആ ഒരൊറ്റ കോൾ കൊണ്ടാണ് ഞങ്ങൾ അന്ന് രാത്രി പോലീസ് സ്റ്റേഷനിലെത്താതെ രക്ഷപ്പെട്ടത്. പക്ഷേ ഈ കോള് ഞങ്ങൾക്ക് പിന്നീട് അവസാനം വലിയൊരു ഗുണമായി തീർന്ന കഥ കൂടി വരുന്നുണ്ട്, പറയാം. പിന്നീട് 6 ദിവസവും ഈ മറ്റു നടന്മാർ ഡബ്ബ് ചെയ്യുന്നു. മമ്മൂട്ടി ഡബ്ബ് ചെയ്യുമ്പോൾ മാത്രം അവിടേക്ക് പ്രവേശനമില്ല, ബാക്കിയുള്ളത് ചെയ്യുമ്പോൾ ഹാളിൽ ഞങ്ങളിരിക്കും. എങ്ങനെയാണ് ഡബ്ബിങ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ നോക്കി പഠിക്കുകയായിരുന്നു. 7-ാമത്തെ ദിവസം നേരത്തെ വന്നുകൂടിയിട്ടുള്ള നിരവധി ഡബ്ബിങ് ആർട്ടിസ്റ്റ്, അവർക്ക് അവകാശവും അധികാരമുണ്ട് അവിടെ. അപ്പോൾ ഓരോ ജൂനിയർ കഥാപാത്രങ്ങളെ വിളിക്കുമ്പോൾ ഇവർ ഓടിക്കയറി മൈക്ക് പിടിക്കും, എനിക്ക് അവസരം കിട്ടുന്നില്ല. അവസാനം ഉച്ച കഴിഞ്ഞപ്പോഴാണ് സൗണ്ട് എഞ്ചിനീയർ പറയുന്നത്, ഒരു പണിക്കർ കബഡി നടത്തുന്ന ഒരു സീൻ വന്നപ്പോൾ ഷൊർണൂർക്കാരനൊരു പയ്യനോട് ഇരിക്കുന്നുണ്ടല്ലോ, ആളത് കൊടുക്കട്ടെ. അങ്ങനെയാണ് എനിക്ക് അവസരം കിട്ടുന്നത്. എന്തോ ദേവഹിത നാടകത്തിലൊക്കെ അഭിനയിച്ച് പരിചയം കൊണ്ടും നേരത്തെ ഡബ്ബിങ് നോക്കി പഠിച്ചുകൊണ്ടും ഒറ്റ ടേക്കിന് ഈ സാധനം ഓക്കെ ആയി. കബഡി നിരത്തി ജാതകം പറയുന്നൊരു സാധനമാണ്. ഓക്കെ ആയി. അവിടുന്ന് ഡയറക്ടർ മൈക്കിലൂടെ TS സുരേഷ് ബാബു മൈക്കിലൂടെ പറഞ്ഞു, വെരി ഗുഡ്, ഒറ്റ ടേക്കിന് ഓക്കെ ആയി, കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞു. ഓക്കെ. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞൊരു ഫൈറ്റിനിടയ്ക്ക് ഒരു മീൻ വണ്ടിയും കൊണ്ടുപോകുന്ന മീൻകാരൻ്റെ വണ്ടി ഫൈറ്റുകാരെ കൂട്ടിയിടിച്ച് മറിയുന്നത്, അവൻ ഇടിയും മറിയുമ്പോഴുണ്ടാകുന്ന അവൻ്റെ കരച്ചിലൊക്കെ ഒറ്റ ടേക്കിന് അതും എനിക്ക് ഓക്കെ ആക്കാൻ കഴിഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ ഡയറക്ടർ എന്നെ മുറിയിലേക്ക് ക്യാബിനിലേക്ക് വിളിച്ചു. ഞാനവിടെ ചെന്നു. ആദ്യമായിട്ട് വരികയാണല്ലേ? അതേന്ന് പറഞ്ഞു. അദ്ദേഹം അഭിനന്ദിച്ചു. നിങ്ങൾക്ക് കഴിവുണ്ട്, ഇവിടെ സ്ഥിരമായി തിരുവനന്തപുരത്ത് താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിരവധി ചാൻസ്, നിങ്ങളുടെ ശബ്ദം കൊള്ളാം. അപ്പോൾ അദ്ദേഹവും പറഞ്ഞു, ഇർഷാദ് ഹുസൈൻ അദ്ദേഹവും പറഞ്ഞു, തിരുവനന്തപുരത്ത് റൂമെടുത്ത് താമസിക്കുക വിജയൻ, ഷൊർണൂരിൽ നിന്ന് വന്ന് ഡബ്ബിങ്ങോ നടക്കില്ല. അപ്പോൾ അത് പക്ഷേ അങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പോരാൻ നേരത്ത് എന്താണ് മാനസികമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ലോഡ്ജിൽ ഏകദേശം 2-3 ദിവസം വാടക കൊടുക്കാനുണ്ട്, ബാക്കിനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. അത് കൂടാതെ തിരിച്ചു പോരാനുള്ള വണ്ടിക്കൂലി കയ്യിലില്ല. അങ്ങനത്തെ ഒരു വിഷം ഇതൊന്നും അവരോട് പറയാൻ പറ്റില്ല, നമ്മൾ നിൽക്കല്ലേ. അവസാനം തോരാൻ നേരത്തെ പെട്ടെന്ന് ഇർഷാദ് ഹുസൈൻ സിനിമയുടെ കമ്പനിയുടെ മാനേജറിനെ വിളിച്ച് പറഞ്ഞു, ഇവർക്കേ കണക്കൊന്നും നോക്കണ്ട, സാധാരണ ജൂനിയർ ആർട്ടിസ്റ്റിന് വിജയൻ പൈസ ഒന്നും കൊടുക്കാറില്ല കേട്ടോ, പക്ഷേ നിങ്ങളുടെ ഒരു അവസ്ഥ ഞാൻ നേരത്തെ ലോഡ്ജിൻ്റെ സംഭവമൊക്കെ ഡയറക്ടറോട് പറഞ്ഞു, മനസ്സിലായല്ലോ, പോലീസ് റെയ്ഡും ആ സംഭവം ഡയറക്ടറോട് പറഞ്ഞു. അപ്പോൾ അവർ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സാധാരണ ജൂനിയർ ആർട്ടിസ്റ്റൊന്നുമില്ല. അപ്പോൾ വിജയൻ ഒരു 500 രൂപ കൊടുക്കണേ എന്ന് പറഞ്ഞു. എനിക്കൊരു 500 രൂപ സിനിമയുടെ പ്രതിഫലമായിട്ട് കയ്യിൽ കിട്ടുകയാണ്. ആദ്യത്തെ സിനിമയിൽ ആദ്യത്തെ ശബ്ദം കൊടുക്കൽ തന്നെ അർഹതയില്ലാഞ്ഞിട്ടും ആ ഒരു ഹോട്ടലിൽ റെയ്ഡ് നടന്നതിൻ്റെ ഒരു ദുരന്തകഥയുള്ളത് കൊണ്ട് മാത്രം 500 രൂപ റെമുനറേഷൻ കിട്ടിക്കൊണ്ട് സുഖമായി അന്നൊരു ബിരിയാണിയൊക്കെ 2 പേരും കൂടി കഴിച്ച് തീവണ്ടി കയറി പോകുന്നതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് താമസിച്ചൊരു ഡബ്ബിങ് നടക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത ഒഴിവാക്കി ഡബ്ബിങ് എന്ന് പറയുന്ന ആ ഒരു കലാരൂപത്തോടും വിട പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഷൊർണൂരിലേക്ക് തിരിച്ചത്. അടുത്ത കഥ അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു. സത്യത്തിൽ അന്നത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടും തിരുവനന്തപുരത്ത് പോയി താമസിക്കാനുള്ള സാമ്പത്തിക ചിലവും ആലോചിച്ച് ഭയം കൊണ്ട് തന്നെയാണ് ഡബ്ബിങ് ഉപേക്ഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. അടുത്തതായി ബാലചന്ദ്ര മേനോൻ്റെ സുഖം സുഖകരം എന്ന ചിത്രം ഡബ്ബിങ് ആരംഭിച്ചപ്പോൾ ഇർഷാദ് ഹുസൈൻ സാർ വീണ്ടും വിളിച്ചു. പക്ഷേ മേൽ ഭയം കൊണ്ട് ആ ഭാഗത്തേക്ക് ഞങ്ങൾ പോയില്ല. അങ്ങനെ സിനിമ പരിപൂർണമായി നമുക്ക് ശരിയാവില്ല എന്ന് തോന്നലുണ്ടാവുകയും സിനിമയെ ഞങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്ത് വീണ്ടും രാഷ്ട്രീയത്തിലിറങ്ങിയ സമയത്താണ് നിങ്ങളെ അങ്ങനെ ഞങ്ങൾ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിനിമ വീണ്ടും കൈമാടി വിളിക്കുന്നത്. ആ കഥയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.